ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ പലരും ഭൂരിഭാഗം ആൾക്കാരും ചെറിയ പനി, ജലദോഷം പോലുള്ള രോഗം അല്ലെങ്കിൽ രോഗലക്ഷണം വരുമ്പോൾ ഡോക്ടറെ കാണും. അതിൻ്റെ ഉദ്ദേശം എന്താണ്? അവർ തരുന്ന മരുന്ന് അല്ലെങ്കിൽ ഗുളിക കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഏകദേശം രോഗം കുറഞ്ഞു അല്ലെങ്കിൽ മാറി. മരുന്നിൻ്റെ എഫക്റ്റിനെക്കാട്ടും കൂടുതൽ അത് തരുന്നത് ഒരു സൈക്കോളജിക്കലായുള്ള ഒരു മാറ്റമാണ്. അതായത് ഞാൻ ഡോക്ടറെ കണ്ടു, ഇനി എൻ്റെ രോഗം മാറും എന്നുള്ള സൈക്കോളജിയാണ് അവിടെ ഭൂരിഭാഗം സമയത്തും വർക്കാകുന്നത്. ഈ ഒരു മെൻറ്റാലിറ്റി ഏറ്റവും അധികം മുതലെടുക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്. ഈ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ പുഴുക്കുത്തുകളും അവിടുത്തെ അൺഎത്തിക്കലായ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു പുതിയ ഹിന്ദി വെബ് സീരീസാണ് പിൽ. കഴിഞ്ഞ ജൂലൈ 12 ജിയോ സിനിമയിലാണ് ഇത് റിലീസായിരിക്കുന്നത്. 8 എപ്പിസോഡുകളാണുള്ളത്. ഓരോ എപ്പിസോഡും ഏകദേശം 35 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെയാണ് ദൈർഘ്യം. അവസാനത്തെ എപ്പിസോഡ് മാത്രം 1 മണിക്കൂറിന് മേലെയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പേര് ഫോറെവർ കെയർ ഫാർമ. അവരൊരു ഡയബറ്റിക് ഡ്രഗ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവരിതിന് കൃത്യമായ ട്രയലൊന്നും നടത്തിയില്ല. 100 ആളുടെ മേലെ ട്രയൽ നടത്തി, പക്ഷെ 400 ആളുടെ പേര് കൊടുത്തു. ഫേക്ക് ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ 400 ആൾക്കാരെ ലിസ്റ്റ് ഉണ്ടാക്കി. ഇത് ആ കമ്പനിയുടെ ഉള്ളിലുള്ള ഒരു എംപ്ലോയി കണ്ടുപിടിക്കുന്നു. അദ്ദേഹം റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതേസമയം തന്നെ മെഡിക്കൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ മേഖല ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഓഫീസിലെ ഹെഡായിട്ട് റിതേഷ് ദേശ്മുഖ് എത്തും. ഈ മെഡിക്കൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള സ്ഥാപനം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഇൻസ്പെക്ഷനൊക്കെ നടത്താൻ അധികാരമുള്ള ഒരു ഓർഗനൈസേഷനാണ്. അങ്ങനെയുള്ളൊരു ചുമതലയാണ് റിതേഷ് ദേശ്മുഖിന് കിട്ടുന്നത്. അതേസമയം തന്നെ ഇതിനു മുമ്പ് ഇദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ഓർഗനൈസേഷനിലെ ഒരു ടീം ഈ പറഞ്ഞ കമ്പനിയുടെ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി പോകുന്നു. അതൊരു സർപ്രൈസ് ഇൻസ്പെക്ഷൻ ആയിരുന്നു. സർപ്രൈസ് ഇൻസ്പെക്ഷന് വേണ്ടി ഈ ടീം വരുമ്പോൾ കമ്പനിയിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫയലുണ്ട്. അത് ഈ ടീമിൻ്റെ കയ്യിൽ എത്തരുതല്ലോ എന്ന് കരുതി ഒരു എംപ്ലോയി പുറത്ത് അഴുക്കുചാലിലേക്ക് വലിച്ചെറിയുന്നു. അതൊരു ജേർണലിസ്റ്റിൻ്റെ കയ്യിലെത്തുന്നു. അങ്ങനെ റിതേഷ് ദേശ്മുഖ്, ഈ മെഡിക്കൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹെഡ്, ഈ ജേർണലിസ്റ്റ്, പിന്നെ മുമ്പ് പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ അഴിമതി കണ്ടെത്തിയ എംപ്ലോയി, ഇവരൊക്കെ കൂടി ഈ കമ്പനിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി നോക്കുന്ന കഥയാണ് പിൽ എന്ന സീരീസ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ വളരെ മികച്ച സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സീരീസാണ് പിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ 2 മേഖലകൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, ഏറ്റവും അധികം ശ്രദ്ധ അർഹിക്കുന്നതും ഏറ്റവും അടിസ്ഥാനപരമായ 2 മേഖലകളാണ്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടവൽക്കരിക്കപ്പെട്ട മേഖലകളും ഈ 2 ഫീൽഡാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതേപോലത്തെ ഒരു സീരീസിന് നല്ല പ്രാധാന്യമുണ്ട്. ഈ പറഞ്ഞ നല്ലൊരു ബേസിക് ത്രെഡ് കൂടാതെ ഇതിലെ ഓരോ ആൾക്കാരുടെ പെർഫോമൻസും വളരെ മികച്ചതായിരുന്നു. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് റിതേഷ് ദേശ്മുഖ്. അദ്ദേഹം നമുക്കറിയാം ബോളിവുഡിൽ കുറേ അധികം കോമഡി ചിത്രങ്ങൾ ചെയ്യുന്ന നടനാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ കോമഡി ഫ്രാഞ്ചൈസ് ബോളിവുഡിൽ ചെയ്ത നടൻ റിതേഷ് ആയിരിക്കും. ഹൗസ്ഫുൾ 4 പടങ്ങളുണ്ട്, മസ്തി 3 പടങ്ങളുണ്ട്, ധമാൽ 3 പടങ്ങളുണ്ട്, ക്യാ കൂൾ ഹേ ഹം 2 പടങ്ങളുണ്ട്. ഇങ്ങനെ കോമഡിയുടെ ഏത് ജോണർ, റൊമാൻറ്റിക് കോമഡി ആയിക്കോട്ടെ, സ്ലാപ്സ്റ്റിക് കോമഡി, അഡൽട്ട് കോമഡി, എറോട്ടിക് കോമഡി, ഹൊറർ കോമഡി, എല്ലാ കോമഡികളിലും കൈവച്ച ഒരു നടനാണ് റിതേഷ് ദേശ്മുഖ്. പക്ഷെ കോമഡിക്ക് പുറത്ത് അദ്ദേഹം കൈവച്ച റോളുകൾ വളരെ പരിമിതമാണ്. ഏറ്റവും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഏക് വില്ലനിലെ വില്ലൻ റോള്, പിന്നെ തെലുഗു പടം മജ്ലി ഉണ്ടല്ലോ സമന്തയുടേത്, അത് അദ്ദേഹം മറാഠിയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വേഡ്. അതും അത്യാവശ്യം നല്ലൊരു സീരിയസ് വേഷമായിരുന്നു. അങ്ങനെയുള്ള റിതേഷിന് കിട്ടുന്ന വളരെ മികച്ചൊരു വേഷമാണ് പില്ലിലെ ഡോക്ടർ വേഷം. നമുക്ക് എൻറ്റയർലി ഒരു പുതിയ റിതേഷ് ദേശ്മുഖിനെ ഈ സീരീസിൽ കാണാൻ പറ്റും. അദ്ദേഹം ഇതിൽ നിഷ്കളങ്കനാണ്, വൾണറബിളാണ്, ഒരു ഹീറോ പരിവേഷമൊന്നുമില്ല. അത് പറയുമ്പോൾ പറയേണ്ടത് ഇത് ഡയറക്റ്റ് ചെയ്ത രാജ്കുമാർ ഗുപ്തയെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ 2 പടങ്ങൾ, റെയ്ഡ്, നോ വൺ കിൽ ജസീക. റെയ്ഡിൽ അജയ് ദേവ്ഗണായിരുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓഫീസറായിട്ട് എത്തുന്നത്. അവിടെ അജയ് ദേവ്ഗണിൻ്റെ കഥാപാത്രവും വൾണറബിൾ ആയിരുന്നു. അതായത് ഹീറോ വില്ലൻ്റെ നേരെ മുട്ടി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ നോ വൺ കിൽഡ് ജസീക, അതിൽ വിദ്യാബാലൻ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ സഹോദരിയായാണെന്ന് തോന്നുന്നു മരണപ്പെട്ടിരിക്കുന്നത്. അവിടെ വിദ്യാബാലൻ്റെ കഥാപാത്രവും വൾണറബിൾ ആയിരുന്നു. അതായത് ഹയർ അതോറിറ്റീസിനെതിരെ പോരാടുമ്പോൾ അവർക്ക് ഹെൽപ്പൊന്നും കിട്ടുന്നില്ല.
അങ്ങനെ രാജ്കുമാർ ഗുപ്തയുടെ കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഹീറോയിസം ഇല്ലാത്ത കഥാപാത്രങ്ങളല്ല. രണ്ടാമത് പറയേണ്ടത് ഇതിലെ നെഗറ്റീവ് കഥാപാത്രം അവതരിപ്പിച്ച് പവൻ മൽഹോത്ര. അദ്ദേഹമാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഹെഡ്. അദ്ദേഹം വളരെ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഞാൻ ഏതൊക്കെയോ മുമ്പ് പടങ്ങളിലൊക്കെ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഏതാണെന്നും അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ മറ്റ് 2 വിസിൽ ബ്ലോവേഴ്സ്, ഒന്ന് ഈ ഇൻസ്പെക്ട് ചെയ്യാൻ പോയ ടീമിലെ ഒരു പെൺകുട്ടി അൻഷുൽ ചൗഹാൻ, പിന്നെ ഈ ജേർണലിസ്റ്റായെത്തി അക്ഷത് ചൗഹാൻ. പേര് വെക്കുമ്പോൾ തോന്നി രണ്ടുപേരും സഹോദരങ്ങളായിരിക്കും. ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയൊന്നും കണ്ടില്ല. രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോറിയും പെർഫോമൻസും ഒക്കെ വളരെ നല്ലതാണെങ്കിൽ കൂടി ഇതൊരു എഡ്ജ് ഓഫ് ദ സീ ത്രില്ലറൊന്നുമല്ല. നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിൻ്റെ കഥയൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പറയുന്ന കാര്യത്തിന് പ്രസക്തി ഉള്ളത് കൊണ്ടാണ് എനിക്ക് സീരീസ് ഇഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ ആമസോൺ പ്രൈമിൽ നെറ്റ്ഫ്ലിക്സ് പോലത്തെ OTT ഭീമന്മാരുടെ കയ്യിലാണ് ഈ സീരീസ് എത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ കിട്ടുമായിരുന്നു എന്ന് തോന്നുന്നു. ജിയോ സിനിമ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ അധികം ശ്രദ്ധിക്കുന്നില്ല. ഭൂരിഭാഗം പേരും ജിയോ സിനിമ ഓപ്പൺ ആക്കുന്നത് ഏതെങ്കിലുമൊക്കെ ക്രിക്കറ്റ് മാച്ച് വരുമ്പോഴായിരിക്കും. പിന്നെ അത് ആ OTT ആപ്പിനെ കുറ്റം പറഞ്ഞാലും മതി, തീരെ ക്വാളിറ്റി ഇല്ല അവരുടെ ആ ഒരു ഓവറോൾ സെറ്റപ്പിന്. യൂസർ ഇന്റർഫേസ് തീരെ അങ്ങോട്ട് ഒരു ഫ്രണ്ട്ലി അല്ല. എന്ത് പറഞ്ഞാലും പില്ല് എന്നെ സംബന്ധിച്ച് മികച്ചൊരു സീരീസാണ്. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4/5.